അമേരിക്കയിൽ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുന്ന പ്രസിഡന്റിന്റെ ഉത്തരവിന് സ്റ്റേ. ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് നടപ്പിലാക്കാനുള്ള ശ്രമം താൽക്കാലികമായി തടഞ്ഞ സിയാറ്റിലെ ഫെഡറൽ ജഡ്ജ് 14 ദിവസത്തേക്കാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. നടപടിക്കെതിരെ അപ്പീൽ നൽകുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, അനധികൃത കുടിയേറ്റം തടയുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നല്ലോ ട്രംപ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് കൊണ്ടുവന്ന്, അതിനാണല്ലോ ഇപ്പം സ്റ്റേ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഈ അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് പ്രധാനമായും ഈ നിയന്ത്രണം അല്ലെങ്കിൽ ഇത്തരത്തിൽ ജന്മാവകാശം, അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം ലഭിക്കുന്ന അധികാരം അല്ലെങ്കിൽ അവകാശം ഇല്ലാതാക്കാനുള്ളൊരു തീരുമാനം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അനധികൃത കുടിയേറ്റത്തിൻ്റെ വിഷയങ്ങൾ അദ്ദേഹം നിരവധി തവണ പറഞ്ഞിരുന്നു. അത് സംബന്ധിച്ച നിരവധി നീക്കങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയെത്തുന്ന ദമ്പതികൾക്ക് അവിടെ ജനിക്കുന്ന കുഞ്ഞിനെ ആ ജനനം നടക്കുന്നത് അമേരിക്കയുടെ അതിർത്തിയിലാണെങ്കിൽ ആ കുട്ടിക്ക് അവിടെ പൗരത്വം ലഭിക്കുമെന്നതാണ് അമേരിക്കയുടെ ഭരണഘടനാപരമായ ഒരു രീതിയാണ് അവിടെ നിലനിന്നിരുന്നത്. സ്വാഭാവികമായും അത് മുതലെടുത്ത് നിരവധി അനധികൃത കുടിയേറ്റക്കാർ അവിടെ തന്നെ തങ്ങുന്നൊരു സാഹചര്യമുണ്ടായി. അവിടെ ജനിക്കുന്ന കുഞ്ഞിൻ്റെ പേരൻസിൻ്റെ സുരക്ഷ പേരൻസിൻ്റെ സംരക്ഷ ഉറപ്പാക്കുന്നതിന് അല്ലെങ്കിൽ അവരുടെ രക്ഷാകർതൃത്വം ഉറപ്പാക്കുന്നതിന് കുടിയേറ്റക്കാരെ അവിടെ തുടരാൻ അനുവദിക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് വലിയൊരു വിഷയമായി തന്നെ അതിൻ്റെ കണക്കുകൾ എടുക്കുമ്പോൾ വൻതോതിൽ അത് ദുരുപയോഗം ചെയ്യപ്പെട്ടതായുള്ള കണക്കുകളും പുറത്തു വന്നൊരു സാഹചര്യത്തിലാണ് കർശനമായൊരു നടപടി ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ഈ അവകാശത്തെ നിർത്തലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം എക്സിക്യൂട്ടീവ് ഓർഡർ പുറപ്പെടുവിക്കുകയും ചെയ്തത്. എന്നാൽ ഈ എക്സിക്യൂട്ടീവ് ഓർഡറിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് ഇപ്പോൾ സിയാറ്റിൽ കോടതി 14 ദിവസത്തെ സ്റ്റേ നടപ്പാക്കിയിരിക്കുന്നത്. അതായത് ഈ നടപടിക്രമങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 14 പകുതിയോടുകൂടി ഈ നടപടി പൂർത്തിയാക്കാനുള്ളൊരു നീക്കമായിരുന്നു ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. എന്നാലും ട്രംപ് അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കുടിയേറ്റ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് അനധികൃത കുടിയേറ്റം എന്നതിനപ്പുറം കൃത്യമായി അത് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അനധികൃത കുടിയേറ്റം എന്ന് തന്നെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. പല തലത്തിലും, അതായത് മെക്സിക്കോയിൽ നിന്നും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നുമെല്ലാം തന്നെ നിരവധി പേർ അവിടെ കുടിയേറിയെത്തിയ ഇത്തരം പ്രിവിലേജുകൾ മുതലെടുക്കുന്നൊരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കുന്നതിനുള്ളൊരു നീക്കമാണ് അദ്ദേഹം നടത്തിയത് എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം അമേരിക്കൻ സമൂഹത്തിനില്ല. അമേരിക്കൻ സമൂഹത്തിൻ്റെ കാലങ്ങളായുള്ള ഒരു ആവശ്യവുമാണിത്. അനധികൃത കുടിയേറ്റക്കാർ അവിടെ എത്തുന്നു, അവർക്ക് സംരക്ഷണത്തിന് വേണ്ടി വൻതോതിൽ നികുതി നൽകുന്ന അമേരിക്കൻ ജനതയുടെ നികുതി അവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന സാഹചര്യമുണ്ടാകുന്നു. സ്വാഭാവികമായും അമേരിക്കൻ പൗരന്മാരുടെ ക്ഷേമം അവതാളത്തിലാകുന്നു. അത്തരത്തിലുള്ള വലിയ പരാതികൾ തുടർച്ചയായി ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ട്രംപ് കർശനമായൊരു നീക്കത്തിന് തുനിഞ്ഞതും. സ്വാഭാവികമായും ഇതൊരു സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ അതിലൊരു ശരിയുടെ പക്ഷവും ഭരണഘടനാപരമായി പരിശോധിക്കുമ്പോൾ അതിലൊരു സാങ്കേതിക പ്രശ്നവും നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സിയാറ്റിലെ കോടതി ഇപ്പോൾ തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുന്നത്. സ്റ്റേ നടപടികൾക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ട്രംപ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ, ശരിയുടെ പക്ഷം ഉള്ളപ്പോൾ തന്നെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് ഐസൻ ജോസ് പറയുന്നു. ഐസൺ, ഈ നിയമത്തിൽ പറയുന്നത് ജന്മം കൊണ്ട് ഒരാൾ അമേരിക്കയിൽ ജനിച്ചത് കൊണ്ട് മാത്രം അമേരിക്കക്കാരനാവില്ല, ആ കുട്ടിയുടെ അച്ഛനോ അമ്മയോ അമേരിക്കൻ പൗരത്വമുള്ളവരായിരിക്കണം എന്നുള്ള നിയമം കർശനമാക്കാനല്ലേ ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത്? ഐസൻ ജോസ്. തീർച്ചയായും അത്തരത്തിലൊരു നീക്കം തന്നെയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ജന്മാവകാശം, അതായത് അവിടെ ജനിക്കുന്ന കുട്ടി, ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ആ കുട്ടിയുടെ അച്ഛനും അമ്മ ഏതെങ്കിലും മറ്റ് രാജ്യങ്ങളിൽ നിന്നായാലും അല്ലെങ്കിൽ പകുതി അമേരിക്കക്കാരനായാലും അതൊന്നും അവിടെ ബാധകമാകാത്ത ഒരു സാഹചര്യമാണ്. അത് അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടിക്ക്, അമേരിക്കയുടെ അധികാരപരിധിയിൽ ജനിക്കുന്ന കുഞ്ഞിനെ അമേരിക്കൻ പൗരത്വം ലഭിക്കുക എന്നതാണ് ഭരണഘടനാ ഭേദഗതിയിലൂടെ 13-14 ഭരണഘടനാ ഭേദഗതിയിലാണ് ഇത്തരമൊരു നീക്കമുണ്ടായത്. 1864 തൊട്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ്, ഈ നിയമം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ നിയമം സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്. ഈ അടുത്ത കാലഘട്ടം, അതായത് കഴിഞ്ഞ ഒരു 20-30 വർഷത്തേക്കാൾ മുമ്പൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ വൻതോതിൽ ഇത്തരം കുടിയേറ്റങ്ങൾ നടക്കുകയും അനധികൃത കുടിയേറ്റങ്ങൾ നടക്കുകയും പല രീതിയിലുള്ള കുടിയേറ്റങ്ങൾ നടക്കുകയും ചെയ്തു. തൊട്ടടുത്ത രാജ്യമായ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ക്യൂബയിൽ നിന്ന് പോലും വൻതോതിൽ കുടിയേറ്റം ഉണ്ടാകാറുണ്ടായിരുന്നു. ക്യൂബയിൽ നിന്ന് കുടിയേറിയെത്തുന്നവർ അമേരിക്കൻ മണ്ണിലെത്തിയാൽ അവരെ പിടികൂടാൻ നിയമമില്ലാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ പല രീതിയിൽ പല ലക്ഷ്യങ്ങളോടെ പല കാര്യങ്ങളും നടപ്പാക്കിയിരുന്നത് അമേരിക്കയുടെ ഒരു പൊതു സ്വഭാവത്തെ അല്ലെങ്കിൽ അമേരിക്കയുടെ പൊതു സാമൂഹ്യ അവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നൊരു സാഹചര്യമുണ്ടായി. മാത്രമല്ല ജോ ബൈഡൻ്റെ ഭരണകൂടം പോലും ഇത്തരത്തിൽ കുടിയേറ്റക്കാർക്കെതിരെ നടപടികൾ കർശനമായി നടപ്പാക്കുന്നതിൽ യാതൊരു താല്പര്യവുമില്ലാത്തവരായിരുന്നു. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരെ മാത്രം ഡീപ്പോർട്ട് ചെയ്യുന്ന ഒരു നീക്കം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അത്തരത്തിൽ നിരവധിയായ കുടിയേറ്റ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു പശ്ചാത്തലത്തിൽ ഇതൊരു മുതലെടുപ്പിനുള്ള മാർഗമായി അല്ലെങ്കിൽ ഇത്തരത്തിൽ അവിടെ ജനിക്കുന്ന കുട്ടികളുടെ
രക്ഷിതാക്കളായി അവിടെ തുടരാനുള്ളൊരു സാഹചര്യം ഒരു മുതലെടുപ്പിൻ്റെ മാർഗമായി എടുക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അതുതന്നെയാണ് അമേരിക്കൻ സമൂഹത്തിൻ്റെ വിഷയത്തെ പരിശോധിക്കുമ്പോൾ ഇത് ഗൗരവതരമായൊരു വിഷയമായി കാലങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. എങ്കിലും ഭരണഘടനാപരമായൊരു നിലപാടാണ് ഇതിന് പിന്നിൽ ശക്തമായ രീതിയിൽ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങൾ അതിനാവശ്യമുണ്ട് എന്നതാണ് ഈ കോടതി ജഡ്ജി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 14 ദിവസത്തേക്ക് സ്റ്റേ ചെയ്തു എന്നുള്ളത് അപ്പീൽ നൽകുകയും തുടർ നടപടികളിലേക്ക് നീങ്ങാൻ പ്രസിഡന്റിന് അധികാരം നൽകുകയും ചെയ്യുന്ന നീക്കങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നിയമയുദ്ധത്തിന് തന്നെയാണ് ട്രംപ് തയ്യാറായിരിക്കുന്നത് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും വലിയ നിയമയുദ്ധത്തിലൂടെ തന്നെ തൻ്റെ നിലപാട് കൃത്യമായി നടപ്പാക്കാൻ ട്രംപ് ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.